കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. അമ്മ എന്തറിഞ്ഞിട്ടാ? ഞാൻ അച്ഛനോട് സംസാരിച്ച് സത്യം എന്താണെന്ന് മനസ്സിലാക്കി. അച്ഛൻ എല്ലാം പറഞ്ഞു. ശാരദ ആന്റിയുടെയും ഗംഗയുടെയും മറ്റും വിവരങ്ങൾ അറിയാൻ ആ ടീച്ചർ വിളിക്കുന്നേ. അതേന്ന് അച്ഛൻ അങ്ങോട്ടല്ലല്ലോ, അവരിങ്ങോട്ടല്ലേ വിളിക്കുന്നേ. അതിലെന്തെങ്കിലും കള്ളത്തരം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഫോൺ ഇങ്ങനെ അലക്ഷ്യമായി മേശപ്പുറത്ത് വെച്ചിട്ട് പോവോ? അതിലാ ടീച്ചറിന്റെ പേര് ഫീഡ് ചെയ്യോ? അത്രയും ആലോചിക്കാത്ത എന്താ? ഈ പ്രായത്തിൽ അച്ഛനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നത് ദോഷമാ. നമുക്ക് വേണ്ടി ജീവിക്കുന്ന അച്ഛനെ ഒരു കാരണവശാലും അവിശ്വസിക്കേണ്ട കാര്യമില്ല. നീ പറയുന്നത് സത്യമാണോ? അതാണ് സത്യം. ഒക്കെ അമ്മയുടെ അടിസ്ഥാനമില്ലാത്ത സംശയങ്ങളാ. മാഷങ്കിളിന്റെ പരിചയക്കാരി എന്നതിൽ കവിഞ്ഞ് ഒരു ബന്ധവും ആ ടീച്ചറും അച്ഛനുമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ അച്ഛന്റെ ഭാഗത്താ. ചേച്ചിയെ വിളിച്ച് ഇത് വല്ലതും പറഞ്ഞ അമ്മയ്ക്ക് ശരിക്കും അവിടെ നിന്ന് കിട്ടും. അച്ഛനെന്തായാലും ഭയങ്കര സങ്കടമായി. അങ്ങനെയുള്ള സംസാരമല്ലേ അമ്മ നടത്തിയത്. മാപ്പ് പറഞ്ഞാ മനസ്സിലെ വിഷമം മാറ്റിയില്ലെങ്കിൽ അമ്മയ്ക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. അച്ഛനും കൊള്ളാം, അമ്മയും കൊള്ളാം. രുക്മിണിയെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. ഇയാളുടെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ പെരുമാറുള്ളൂ. ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കുന്ന ഒരു നല്ല സ്ത്രീക്കും ഇതൊന്നും സഹിക്കാനാവില്ല. എടോ, കള്ളം പറഞ്ഞത് ഞാനല്ലേ, അതുകൊണ്ട് തെറ്റെൻ്റെ ഭാഗത്താണ്. എന്നാൽ ഒന്നുണ്ട്, എൻ്റെ മനസ്സിൽ രുക്മിണിയും നമ്മുടെ മക്കളും അല്ലാതെ മറ്റാരുമില്ല. എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഈ നെഞ്ചിനുള്ളിൽ വേറെ ഒരാൾക്കും സ്ഥാനമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് സഹിക്കില്ല, പിന്നെ ജീവിച്ചിരിക്കില്ല. ഇങ്ങനെ കടുത്ത വാക്കുകൾ പറയാതെ. എൻ്റെ 2 മക്കളെ പ്രസവിച്ച രുക്മിണിയെ മറന്നിട്ട് ഞാൻ വേറെ ആരെ കൊണ്ടു കിടക്കാനാ? അതും ഈ പ്രായത്തില്. എനിക്കൊരു ബുദ്ധിമോശം പറ്റിപ്പോയി. താൻ നിർബന്ധിച്ചിട്ടല്ലേടോ ഞാൻ ഡൈ ചെയ്യാൻ തുടങ്ങിയത്. എന്നിട്ടിപ്പോ പ്ലേറ്റ് മാറ്റി വെച്ചിരിക്കുന്നു. പെട്ടെന്ന് എന്താ എന്തൊക്കെയാ കുറച്ചു മുമ്പ് തട്ടിവിട്ടത്? എൻ്റെ പഴയ ചരിത്രങ്ങളൊക്കെ അറിയാം. ഞാൻ കുറെ വിലസിയതാണ് ചെറുപ്പത്തില്. രുക്മിണി അറിയാത്ത എന്ത് രഹസ്യമാണ് എനിക്കുള്ളത്? ഞാൻ എന്നെ എന്താ വിളിച്ചത്?
കള്ളകൃഷ്ണനെന്നോ? പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ. ശരി ശരി, ഇതോടെ ആ അധ്യായം കഴിഞ്ഞു. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. ഉം, ദേവിക ടീച്ചറുടെ ഫോണാണല്ലോ എല്ലാത്തിനും കാരണം. ഇനി ആ സ്ത്രീ ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ വിളിക്കാൻ പാടില്ല. മാധവേട്ടന്റെ കുടുംബത്തിന്റെ ഭാവിയെ പറ്റി നമുക്ക് തന്നെ നിശ്ചയമില്ല. പിന്നെ അവരോടെന്ത് വിശേഷം പറയാൻ? കേട്ടല്ലോ, ഇനി ആ ഫോൺ വിളി വേണ്ട. ആ, ശരി. എന്നാ പിന്നെ ഒരു ചായ എടുക്കായിരുന്നു. എടുത്താ കുടിക്കായിരുന്നു. ഈശ്വര, ദേവിക ടീച്ചർ. ആ അതെ, ഞാൻ ബസ്സിലാ കേട്ടോ, അങ്ങോട്ട് വിളിക്കാം. ആ ശരി. ആരാ ഇപ്പൊ വിളിച്ചത്? ആ അതെ, നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ പഞ്ചായത്ത് മെമ്പറാ. ആരാ? മെമ്പറേ. ചായ എടുക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഡ്രസ്സ് മാറിയല്ലോ. ആ, മാറേണ്ടി വന്നു. ദാ ചായ കുടിക്ക്. ചായ അതെ രുക്മിണി, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ചായ പിന്നെ കുടിക്കാം. ഓരോരുത്തരും ഓരോ അത്യാവശ്യത്തിന് വിളിച്ചാ പോകാതിരിക്കുന്ന എങ്ങനെയാ? ഈ പാവത്തിനെ ഞാൻ വെറുതെ സംശയിച്ചല്ലോ. ഹലോ. ആ, ഞാൻ അല്പം തിരക്കിലായി പോയി ടീച്ചർ വിളിച്ചപ്പോ. അതിനിടയ്ക്ക് ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ? ഒന്നുമില്ല, ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. എന്നാ ഞാൻ പിന്നെ വിളിക്കാം. അല്ല, സാരമില്ല, കമ്മിറ്റി കഴിഞ്ഞു. ടീച്ചർ പറഞ്ഞാട്ടെ, എന്താ ടീച്ചറെ വിശേഷിച്ച്? ഒരു കാര്യം ഉണ്ടായിരുന്നു. ഹലോ. ആ, കേൾക്കാം, ടീച്ചർ പറഞ്ഞോളൂ. അത് നേരിട്ട് സംസാരിക്കാനുള്ളതാ. സാറിനെ എനിക്കൊന്ന് കാണണമായിരുന്നു. അസൗകര്യമാവോ? ഇല്ല. കഴിയുമെങ്കിൽ നാളെ തന്നെ വാര്യർ സാറ് ഇവിടെ വരെ ഒന്ന് വന്നാൽ നന്നായിരുന്നു. നാളെയോ? ലീവ് തീർന്ന് മറ്റന്നാൾ മുതൽ ഞാൻ സ്കൂളിൽ പോകാമെന്ന് വിചാരിക്കുക. അതുകൊണ്ടാ നാളെ എന്ന് പറഞ്ഞത്. സാറിന് നാളെ മറ്റെന്തെങ്കിലും? ഇല്ല ഇല്ല, ഞാൻ വരാം, നാളെ വരാം. രാവിലെ പുറപ്പെടാൻ ടീച്ചറെ. ശരി. എന്തിനായിരിക്കും ടീച്ചർ കാണണമെന്ന് പറഞ്ഞത്? ചെല്ലാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഉടനെ വീട്ടിലേക്ക് ചെന്നാൽ രുക്മിണി ഓരോന്ന് ചോദിക്കും. വാര്യരംഗലിനെ കിട്ടിയോ അമ്മേ? ആദ്യം വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല, പിന്നെ ഇങ്ങോട്ട് വിളിച്ചു. അമ്മ വിവരം പറഞ്ഞോ? കാര്യം എന്താണെന്ന് പറഞ്ഞില്ല, സൂചിപ്പിച്ചതേ ഉള്ളൂ. ആണോ? അദ്ദേഹം നാളെ ഇങ്ങോട്ട് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യം അങ്കിൾ അംഗീകരിക്കോ? അതിപ്പോ എങ്ങനെയാ അറിയുക? എന്തായാലും നാളെ വരുമല്ലോ, സംസാരിക്കാം. അമ്മേ, മുമ്പേ രാധിക ചേച്ചി അമ്മയെ അന്വേഷിച്ചു വന്നിരുന്നു. വെറുതെ വന്നേ ഉള്ളോ അതോ? വെറുതെ അല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. അമ്മയോട് എന്തോ സംസാരിക്കാനുണ്ട് ആന്റിക്ക്. അവിടെ എന്തൊക്കെയോ സീരിയസ് ആയ പ്രശ്നങ്ങളുണ്ട്. രണ്ടുപേരും ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടെന്താ? വീട്ടിൽ സ്വസ്ഥതയില്ലെങ്കിൽ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ? ഞാൻ എന്നാ ചെന്ന് രാധികയെ ഒന്ന് കണ്ടിട്ട് വരാം. ആ, നോക്കട്ടെ. അങ്ങോട്ട് വരാൻ ഇറങ്ങായിരുന്നു ഞാൻ.
രാധിക അന്വേഷിച്ച കാര്യം മോൾ ഇപ്പോഴാ പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് ബാങ്ക് വരെ ഒന്ന് പോയിരുന്നു. നരേന്ദ്രൻ പോയോ? രാവിലത്തെ ഫ്ലൈറ്റിന് പോയി. ഡൽഹിക്കല്ലേ? ഉം. എത്ര ദിവസത്തേക്കാ യാത്ര? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ ട്രെയിനിങ് അല്ലേ, 1 മാസം കഴിഞ്ഞേ വരൂ. ആഹാ, IMCയുടെ ട്രെയിനിങ്ങിന് പോകാതിരിക്കാൻ പറ്റുമോ? അതോർത്ത് വിഷമിക്കുന്നത് എന്തിനാ? എപ്പോ വേണമെങ്കിലും വിളിക്കുകയെ സംസാരിക്കുകയൊക്കെ ചെയ്യാലോ. 1 മാസം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് പോകും. അതുകൊണ്ടല്ല ടീച്ചർ, നാളെ നരേട്ടന്റെ അച്ഛൻ വരുന്നുണ്ട്. അറിയാലോ അച്ഛന്റെ സ്വഭാവം. ഡിവോഴ്സ് പെറ്റീഷനുള്ള പേപ്പേഴ്സും കൊണ്ടാണ് വരുന്നത്. മുൻകൂട്ടി അത് അറിയിച്ചത് ഞാനിവിടെ തയ്യാറായി ഇരിക്കാൻ വേണ്ടിയാ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടുള്ള വരവാണിത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. ആരോടും ഒരു അഭിപ്രായം ചോദിക്കുക. രാധിക വാ, നമുക്കകത്തിരുന്ന് സംസാരിക്കാം. ആരാ അമ്മേ? ആ ഇരിക്കെ. ഞാനിപ്പോ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ ചേച്ചി വന്ന കാര്യം. നാളെ നരേന്ദ്രന്റെ അച്ഛൻ വരുന്നുണ്ടെന്ന്, വിവാഹമോചനത്തിന്റെ കാര്യത്തിന്. നരേട്ടനുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു. ചോദ്യവും ഉത്തരവും ഒക്കെ അച്ഛനും മകനും തമ്മിലാകുമായിരുന്നു. ഇതിപ്പോ ഡിവോഴ്സിനുള്ള പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുക്കാൻ അച്ഛൻ പറയും. അത് പറച്ചിലല്ല, ഓർഡറാ. എതിർക്കാൻ കഴിയില്ല എനിക്ക്. കുട്ടികളില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. രാധിക പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം അദ്ദേഹത്തോട് പറഞ്ഞാ പോരെ, പ്രശ്നം അവിടെ തീരില്ലേ? പ്രഗ്നൻസിയുടെ കാര്യം ഇന്നലെയല്ലേ ടീച്ചർ കൺഫേം ആയത്. അപ്പൊ തന്നെ ആ വിവരം അച്ഛനെ വിളിച്ചറിയിക്കാൻ ഞാൻ നരേട്ടനോട് പറഞ്ഞതുമാണ്. അച്ഛൻ വരുമ്പോ നേരി പറഞ്ഞാ മതിയത്രേ. ഒരുപക്ഷെ രാധിക തന്നെ ആ സന്തോഷ വർത്തമാനം അച്ഛനെ അറിയിക്കുമ്പോ അച്ഛന്റെ മനസ്സ് മാറുമെന്ന് നരേന്ദ്രൻ വിചാരിച്ചു കാണും. അതുകൊണ്ടല്ല, ഞാൻ പ്രഗ്നന്റ് ആയാലും അച്ഛന്റെ നിലപാടിൽ മാറ്റം ഉണ്ടാവില്ലെന്നാ നരേട്ടന്റെ അഭിപ്രായം. അതെന്താ? ഇത് ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വിവാഹമോചനം എന്ന ആവശ്യത്തിന്റെ വക്കിൽ വരെ എത്തിയതാ. അപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആയത്. ആ കാരണം പറഞ്ഞ് അച്ഛന്റെ മുന്നിൽ പിടിച്ചു നിന്നു. എന്നിട്ട് എന്ത് ഫലമുണ്ടായെന്നാ നരേട്ടന്റെ ചോദ്യം. ആ കുഞ്ഞിനെയും ദൈവം തന്നില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി അതേ വിഷയം പറഞ്ഞ് അപേക്ഷിച്ചാൽ അച്ഛൻ പൊട്ടിത്തെറിക്കുമെന്ന് ചേട്ടൻ ഉറപ്പിച്ച് പറയുന്നു. ഞാൻ എന്ത് സമാധാനം പറയണം? അച്ഛൻ വന്ന് സംസാരിച്ചിട്ട് നരേന്ദ്രൻ ഡൽഹിക്ക് പോയാൽ മതിയായിരുന്നു. എന്നെ തനിച്ചാക്കി നരേട്ടൻ രക്ഷപ്പെടുകയായിരുന്നു ടീച്ചർ. പക്ഷെ IMCയുടെ ട്രെയിനിങ് നേരത്തെ തീരുമാനിച്ചതല്ലേ ചേച്ചി? നരേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും എനിക്കൊരു ധൈര്യം എന്നതിനപ്പുറം പ്രയോജനമൊന്നുമില്ല. വിവാഹബന്ധത്തിന്റെ കാര്യത്തിൽ ഇനിയൊരു അവധിക്ക് വേണ്ടി ചേട്ടൻ അച്ഛനോട് അപേക്ഷിക്കില്ല. അതിനുള്ള ധൈര്യമില്ല നരേട്ടന്. ഒരു പരിഹാരം തോന്നിക്കുന്നില്ലല്ലോ ദേവി. വിവാഹമോചനം എന്നൊക്കെ പറയാൻ എളുപ്പ. പാതി വഴിയിൽ ഒരു ബന്ധം കെട്ടുപൊട്ടിച്ച് കളയാന്നൊക്കെ വെച്ചാ തെളിഞ്ഞു കത്തുന്ന തിരി ഊതി അണയ്ക്കുന്നത് പോലെയാ. പൊട്ടിച്ചത് ഏച്ചു കെട്ടിയാൽ മുഴച്ചു തന്നെ ഇരിക്കും. ഊതിക്കെടുത്തിയിട്ട് വീണ്ടും കൊളുത്തിയാൽ അത് കരിന്തിരിക്ക് സമമായിരിക്കും. എനിക്ക് തോന്നുന്നൊരു അഭിപ്രായം പറയട്ടെ. ചേച്ചിയുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ ആരെങ്കിലും വേണം. അമ്മ കുടുംബ സുഹൃത്തും അയൽക്കാരിയും മാത്രം അത് പോരാ. രാധിക ചേച്ചിയുടെ കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലുമാ വേണ്ടത്. അങ്ങനെയുള്ളവർ സംസാരിക്കുമ്പോൾ അതിന് ഗൗരവം കൂടും.
രാധിക ചേച്ചിയുടെ മൂത്തതായ ഒരാളില്ലേ? ആ അത് ശരിയാ, രജനി. ആ ചേച്ചിയും ഡോക്ടറല്ലേ? രജനിയും ഭർത്താവ് ബാലചന്ദ്രനും ഡോക്ടർമാരാണ്. രജനി വിളിക്കാറുണ്ടല്ലോ. ഉണ്ട്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇനി ഒന്നും ആലോചിക്കാനില്ല. ആ ചേച്ചിയും ഭർത്താവിനെയും വിളിച്ച് വിഷയത്തിന്റെ സീരിയസ്നെസ് അറിയിക്കണം. അവര് വരട്ടെ. വന്നിട്ട് എന്തിനാ മോളെ? ഈ പ്രശ്നത്തിൽ ഇടപെടണം. അമ്പാട്ട് അച്യുതൻ നായരെന്ന ഉഗ്രമൂർത്തിയുമായി ആ ചേച്ചിയും ഭർത്താവും സംസാരിക്കണം. അതിനെന്താ അവകാശമെന്ന് മൂപ്പര് ചോദിക്കില്ല. കാരണം രക്തബന്ധത്തിലുള്ള സഹോദരിയെ അവകാശം മാത്രമല്ല, അധികാരവും ഉണ്ട്. ഉടനടി ഡിവോഴ്സ് എന്നുള്ള തീരുമാനത്തിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ അവര് വിചാരിച്ച പറ്റും. ഇത്തവണത്തേക്ക് കൂടി രക്ഷപ്പെടാൻ കഴിയും രാധികെ. എനിക്ക് പക്ഷേ അങ്ങനൊരു പ്രതീക്ഷയില്ല. എന്നാ എനിക്കുണ്ട്. ചേച്ചി അവരെ ഇന്ന് തന്നെ വിളിക്കണം. ഒന്ന് പരീക്ഷിക്കാന്നേ. അമ്മേ, ഇവിടെ ആരും ഇല്ലേ? ഇവിടുത്തെ എവിടെ പോയി? ശ്ശേ. അല്ല, നീ എത്തിയോ? ആ, നീ വന്നതേ ഉള്ളോ? രണ്ടാളും കൂടെ എവിടെ പോയിരുന്നു? രാധിക അവിടെ തനിച്ചായതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയതാ. എന്തായി അവിടുത്തെ കാര്യങ്ങള്? രജനിയും ബാലേന്ദ്രനും കൂടി രാവിലെ ഇങ്ങെത്തും. അമ്പാട്ട് അച്യുതനാരോട് ഏറ്റുമുട്ടാനാണോ? ആ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ രാധിക ചേച്ചി തനിച്ച് എന്ത് ചെയ്യും? രാധിക പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം ഇതുവരെ അയാൾ അറിഞ്ഞിട്ടില്ല. അറിയുമ്പോ ഒരുപക്ഷേ അച്യുതനായർക്ക് അതൊരു പുതിയ അറിവാണോ അമ്മേ? അയാളുടെ മനസ്സ് അലിയില്ല. ഒരു കണക്കിന് അയാളും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ചേച്ചി മനഃപൂർവ്വം ചെയ്യുന്നൊന്നല്ലല്ലോ, സംഭവിച്ചു പോകുന്നതല്ലേ. അതിന് ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപത്രം കൊണ്ട് നടക്കുന്ന എന്തിനാ? സാറിനും ചേച്ചിക്കും താല്പര്യമില്ലെങ്കിൽ ഡിവോഴ്സിന് നിർബന്ധിക്കരുത്. കുട്ടികളില്ലാതെ അവര് ജീവിക്കും, അത്രേ ഉള്ളൂ. അതിന് നീ എന്തിനാ ചാടി കണിക്കാൻ വരുന്നത്? ഞാനാണോ അയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതിലിപ്പോ ആരുടെ പക്ഷത്ത് നിൽക്കണം, ആരെ കുറ്റപ്പെടുത്തണമെന്നൊന്നും തരംതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അച്യുതൻ നായരുടെ ഭാഗത്ത് നിന്ന് നോക്കിയാ അയാൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നും. എന്ത് കാര്യം അമ്മേ? കുടുംബം നിലനിർത്തുന്ന കാര്യമല്ലേ ഉള്ളൂ ആ മനുഷ്യന് പറയാൻ. അതിനുള്ള പ്രതിവിധി സേതുവേട്ടൻ അവരോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതവർക്ക് സമ്മതമല്ലല്ലോ. അവർക്കെന്ന് പറഞ്ഞ ആർക്കാ? അമ്പാട്ട് അച്യുതൻ നായർക്ക്. സാറും ചേച്ചി അതിനെതിരെ പറഞ്ഞില്ലല്ലോ. അനുകൂലിച്ചും പറഞ്ഞില്ല. അതെന്താ? സാറിന് അച്ഛനെ പേടിയായതുകൊണ്ട്. ഇത്രയും പ്രായമായിട്ടും അച്ഛന്റെ മുന്നിൽ സ്വന്തം അഭിപ്രായം എന്തെങ്കിലും തുറന്നു പറയാൻ നരേന്ദ്രൻ സാറിന് കഴിഞ്ഞിട്ടുണ്ടോ? അതിന് സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടായിട്ട് വേണ്ടേ? രാധിക ചേച്ചി എന്തെങ്കിലും പറയാൻ തുനിഞ്ഞാൽ അതൊട്ട് സമ്മതിക്കത്തുമില്ല. കരഞ്ഞു കരഞ്ഞ് രാധികയുടെ കണ്ണീര് പറ്റി. അതിന്റെ സങ്കടം സഹിക്കാൻ പറ്റാത്തത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ? അച്യുതൻ നായർ കണ്ടുവച്ചിട്ടുള്ള പെണ്ണിനെ നരേന്ദ്രൻ ചേട്ടനെ കൊണ്ട് അയാൾ കല്യാണം കഴിപ്പിക്കും. ഇതിന്റെ അവസാനം അങ്ങനെയും സംഭവിക്കൂ. ഡിവോഴ്സ് പെറ്റീഷനുള്ള പേപ്പേഴ്സും കൊണ്ടാ അമ്പാടെ നാളെ വരുന്നത്. സൈൻ ചെയ്ത് കൊടുക്കരുതെന്ന് ഞാനും അമ്മയും ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ തീരുമാനം എന്താ? നരേന്ദ്രനും വീട്ടുകാർക്കും ഇനി ഒരു വിലങ്ങുതൊടിയാകാൻ നിൽക്കില്ലെന്നാ രാധികയുടെ തീരുമാനം. എന്ന് വെച്ചാ അത് തന്നെ, സൈൻ ചെയ്ത് കൊടുക്കുമെന്ന്.
രാധികേച്ചിയും ഹസ്ബൻഡും വന്ന് സംസാരിക്കുമ്പോ ചിലപ്പോ തീരുമാനം മാറുമായിരിക്കും. എന്തായാലും നാളെ അവർ വരട്ടെ, എന്താ സംഭവിക്കുന്നത് നോക്കാം. അല്ല, ഇവളിതുവരെ എണീറ്റില്ലേ? ഹോസ്പിറ്റലിൽ പോയതായിരിക്കും. നമ്മൾ രാവിലെ എത്തുമെന്ന് പറഞ്ഞിരുന്നതാണല്ലോ. അമ്പാട്ടെന്ന് അദ്ദേഹം ഇന്ന് വരുന്നതല്ലേ, അപ്പൊ പിന്നെ ഡ്യൂട്ടിക്ക് പോവില്ല. എമർജൻസി കോള് വന്നാ പോകാതിരിക്കാൻ പറ്റുമോ? ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ നമ്മളെ വിളിച്ച് പറയാതിരിക്കോ? വാതില് തുറന്നു കൊടുക്കാണല്ലോ. വാ നോക്കാം. രാധേ, രാധേ, രാധു. ഇനി ടീച്ചറുടെ വീട്ടിൽ പോയതായിരിക്കോ? ആറ്റുനോറ്റ് വളർത്തിയ തന്തേം തള്ളേം തള്ളിക്കളഞ്ഞിട്ട് കണ്ടവന്റെ പുറകെ കയറും പൊട്ടിച്ചു പോകാൻ നിൽക്കുന്ന ഇവളെ പോലുള്ള പെൺപിള്ളേര് ഇവിടെ അനുഭവം കണ്ട് പഠിക്കണം. എല്ലാ ചോദ്യങ്ങളും ഉയരുന്നത് ഇവളുടെ ആത്മാഭിമാനത്തിന് നേരെയാണ്. ജന്മം കൊടുത്ത തന്തേം തള്ളേം കുരുതി കൊടുത്തവളാ ഇവള്. ഈശ്വരൻ പോലും ഇവളോട് പൊറുക്കില്ല. എല്ലാ ചൂണ്ടുവിരലുകളും ഉന്നമിടുന്നത് ഇവളുടെ നിലനിൽപ്പിനെയാണോ? അത്രയ്ക്ക് അപരാധിനിയാണോ ഈ കുട്ടി? എന്നെങ്കിലും ഇവളുടെ ദിവസം വരാതിരിക്കില്ല. അതെ, ഗംഗ ഒരു നാൾ വരും. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണേ.